പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ധ്യാനത്തിൻ്റെ ഈ 5-ാം ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹവും പരിപാലനയും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആത്മീയ ശിശുത്വത്തിൽ അഗാധമായ ഒരു ആഴമേറിയ ഒരു വളർച്ച ഞങ്ങൾക്ക് തരണമേ. ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു പിഞ്ചിളം കുഞ്ഞായി മാറുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് തരണമേ. നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഈശോയെ സമീപിച്ച നിയമജ്ഞൻ, അവന് ഈശോ ഉത്തരം പറഞ്ഞു, നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു, നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ കണ്ടു. ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യമാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ അതിന് ഉത്തരം പറഞ്ഞു, നിൻ്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഈശോ അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നല്ലൊരു സമരിയാക്കാരനാകാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. കൊച്ചുരശ്യ തൻ്റെ ആത്മീയ ശിശുത്വത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന മനോജ്ഞമായ ഒരു ഉപദേശം, നമ്മൾ പ്രത്യേകിച്ച് സന്യാസിനി സമൂഹത്തോട് പറയുമ്പോഴേ നമ്മൾ സമൂഹത്തിൽ സഹോദരിമാർക്ക് നല്ല ഒരു അയൽക്കാരിയായിരിക്കണം എന്നുള്ളതാണ്. ആധ്യാത്മിക ശിശുത്വം സന്യാസിനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും ആത്മീയ ശിശുത്വം എല്ലാവർക്കും ജാതി മത ഭേദമന്യേ അത് ബാലന്മാരോ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വീകാര്യമായതാണ്. മെത്രാന്മാരും പുരോഹിതന്മാരും സമർപ്പിതരും മാതാപിതാക്കന്മാരും ദമ്പതികളും മക്കളും സഹോദരങ്ങളും എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നാണ് ഈ ആത്മീയ ശിശുത്വം. 15-ാം ബെനഡിക്തോസ് മാർപ്പാപ്പ ഇതിനെ ശക്തമായ രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതില്ലാതെ ആത്മീയ ശിശുത്വം ചൈതന്യമില്ലാതെ നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന്. ആത്മീയ ശിശുത്വത്തിലെ ഒരു കാര്യം ഇതാണ്, നല്ല ഒരു അയൽക്കാരനായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഒരു അയൽക്കാരനായി മാറുക. ഈശോ വിശദീകരിച്ചത് പറയുന്നുണ്ട്, ആരാണ് നല്ല അയൽക്കാരൻ എന്ന് പറഞ്ഞിട്ട് അപകടത്തിൽപ്പെട്ട കവർച്ചയ്ക്ക് ഇരയായി തീർന്ന ആ മനുഷ്യനെ കണ്ടിട്ട് നടന്നു പോകുന്ന പുരോഹിതൻ, അകന്നു പോകുന്ന കപ്പ്യാര് അല്ലെങ്കിൽ ലേവായൻ, പിന്നെ സമരിയാക്കാരൻ വരുന്നു. 2 പേര് ഒഴിഞ്ഞു മാറിപ്പോയെങ്കിലും ഈ സമരിയാക്കാരനാകട്ടെ പീഡയനുഭവിച്ചും ആക്രമണത്തിന് വിധേയമായി പീഡയനുഭവിച്ച് മുറിവേറ്റ് മരണാസന്നനായി കിടക്കുന്ന അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് അവനെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ കിടത്തി തൻ്റെ കൈവശമുണ്ടായിരുന്ന മരുന്ന് ഉപയോഗിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടുകയും അവനെ സുഖപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് അവൻ സത്രത്തിൽ ഏതാനും ദിവസം കഴിഞ്ഞ് അവനെ ശുശ്രൂഷിച്ചു. പോകാൻ നേരത്ത് സത്രക്കാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറയാണ്, ഞാൻ പോയി വരുമ്പോൾ ബാക്കി കൂടെ തന്നേക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ചിലവാക്കിക്കോ, ബാക്കി തന്നേക്കാമെന്ന് പറയുന്ന ആ സമരിയാക്കാരൻ. ഈശോ ചോദിച്ചു, ഇവരിൽ ആരാണ് നല്ല അയൽക്കാരൻ? നിയമജ്ഞൻ പറഞ്ഞു, തീർച്ചയായിട്ടും നല്ല അയൽക്കാരൻ ആ സമരിയാക്കാരൻ തന്നെയാണെന്ന്. നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഈ സുവിശേഷ ഭാഗത്തിലെ ആത്മീയ ശിശുത്വത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോഴേ കൊച്ചുരശ്യ പഠിപ്പിക്കുന്നത്, ആത്മീയ ശിശുത്വത്തിൽ നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കാനാണ്. നമ്മുടെ സമൂഹങ്ങളിൽ കന്യാമഠങ്ങളിലൊക്കെ ആകട്ടെ ഒത്തിരി പേര് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി, അനുകമ്പയ്ക്ക് വേണ്ടി, ആർദ്രതയ്ക്ക് വേണ്ടി ഒരു നിമിഷം ഒരു സഹായം കിട്ടാൻ, ഒരു നിമിഷം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുണ്ട്.
നമ്മുടെ ഭവനങ്ങളിലുണ്ട്. എത്രയോ മാതാപിതാക്കന്മാർ, വൃദ്ധരായ മാതാപിതാക്കന്മാരെ ഒരു ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, കുടിക്കാൻ വകയില്ലാതെ, സഹായിക്കാനില്ലാതെ, കാര്യം എല്ലാവരും ഉണ്ട്, നന്നായിട്ട് സുഖമായിട്ട് അവർ ജീവിച്ചു പോകുന്നു. ഭക്ഷണം കഴിക്കുന്നു, 4 നേരവും ഭക്ഷണം കഴിക്കുന്നു, ചിരിച്ച് ഉല്ലസിച്ച് ഭക്ഷണം കഴിക്കുന്നു, സന്തോഷത്തെ ഭക്ഷണം കഴിക്കുന്നു, അധിക ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ടും ഈ പ്രായമായി തളർന്നു കിടക്കുന്ന, ബോധമറ്റ് കിടക്കുന്ന ആ വൃദ്ധയായ അമ്മയെയോ അപ്പയെയോ ഒന്നും പരിഗണിക്കാൻ പോലും ആവാത്തൊരവസ്ഥ പല വീടുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ സന്ദേശം, ഇപ്പോൾ പറയുന്ന സന്ദേശം ലോകമുള്ള എല്ലാ ഭവനങ്ങളിലേക്കും, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലേക്കും, എല്ലാ മക്കളിലേക്കും, ജാതി മത ഭേദമന്യേ എല്ലാ മക്കളിലേക്കും എത്തിച്ചേരണമെന്ന് നല്ലവനായ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലേ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നല്ല സമരിയാക്കാരൻ, നല്ല അയൽക്കാരനാകുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ആത്മീയ ശിശുത്വത്തിലെ ഒരു വലിയ അധ്യായമാണ്, ആധ്യാത്മിക അധ്യായം തന്നെയാണ് നല്ല ഒരു സമരിയാക്കാരൻ, നല്ലൊരു അയൽക്കാരൻ ആയിത്തീരുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ഈ മനോഭാവം, വേദനിക്കുന്നവരെ കണ്ടാൽ മനസ്സലിയുന്നൊരു ഹൃദയം, സങ്കടപ്പെടുന്നവരെ കണ്ടാൽ മനസ്സിളകുന്നൊരു ഹൃദയം, കഷ്ടതയും മരണവേദനയും അനുഭവിക്കുന്നവരെ കണ്ടാൽ വേദനയോടുകൂടി അവരുടെ അടുക്കലിരുന്ന് അവരുടെ കരം പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഹൃദയം, ഇതെല്ലാം നമുക്ക് വളരെയേറെ ആവശ്യമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. സഹോദര സ്നേഹം ഇവിടെ വീണ്ടും പറയും, സഹോദര സ്നേഹം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യവും കൊച്ചു എടുത്ത് പറയുന്നുണ്ട്. നല്ല അയൽക്കാരൻ നല്ല സഹോദരനായിരിക്കും. നല്ല അയൽക്കാരൻ എന്ന് പറയുന്നത് നല്ലൊരു സഹോദരി, എന്തെല്ലാം പ്രയാസങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം വേണമെന്നുള്ളതാണ്. കൊച്ചേശ സ്വയംകൃത എഴുതത്തിലെ മേരി ഗൊൺസാഗ അമ്മയ്ക്ക് എഴുതിയ കത്തിൽ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട്. ഈ യഥാർത്ഥ സഹായം, യഥാർത്ഥ സ്നേഹം, പരസ്നേഹം എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു വരുമ്പോഴത്തേന് കൊച്ചേശ ഒരു 20-23 പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ് 11-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊച്ചേശ തന്നെ ഒരു ആവശ്യം പറയുന്നുണ്ട്. നമുക്ക് ചിരിക്കുന്നവരെയും കളിക്കുന്നവരെയും നമ്മോട് ഒത്തുപോകുന്നവരെയും സന്തോഷപ്രകൃതിയുള്ളവരെയും കഴിവുള്ളവരെയും വിശുദ്ധന്മാരെയും ഒക്കെ നമ്മുടെ സ്നേഹിതന്മാരും സഹോദരങ്ങൾക്കായി കരുതാനായിട്ട് നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ അവരോട് കൂടി പോകും. കൊച്ചേശ എടുത്ത് പറയുന്നുണ്ട്, അപൂർണരായ സഹോദരിമാർ നമ്മുടെ മഠത്തിലുണ്ട്, നമ്മുടെ കോൺവെൻറ്റുകളിലുണ്ട്. അപൂർണരായ സഹോദരിമാർ, ആരോടും ഒത്തുപോകാൻ സാധിക്കാത്ത സഹോദരിമാർ, എല്ലാവരോടും വെറുപ്പ്, എല്ലാവരോടും വിദ്വേഷം, എല്ലാവരോടും അറപ്പ്, ഇതിങ്ങനെയുള്ള സഹോദരിമാർ. അതുപോലെ തന്നെ സാമാന്യ മര്യാദയില്ലാത്ത സഹോദരിമാർ, മറ്റുള്ളവരോട് ഒരു സഹായം പോലും കാണിക്കാത്ത, ഒന്ന് ചിരിച്ചു കാണിച്ചാൽ കോപിഷ്ഠയായി നോക്കുന്ന സഹോദരിമാർ, ഇവരെയൊക്കെ നമ്മളെ ഉള്ളുകൊണ്ട് ഇവരിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ആത്മീയ ശിശുത്വത്തിൻ്റെ ഒരു ശക്തി ഇതിലെന്ന് പറഞ്ഞാൽ നമ്മളെ വെറുക്കുന്നവരെയും അപൂർണരായവരെ കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരിക്കണമെന്ന് കൊച്ചേശ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപൂർണരായവരെ സ്നേഹിക്കാൻ, അപൂർണരായവരെ. എന്നിട്ട് കൊച്ചേശ അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപൂർണരായ സ്നേഹിക്കാൻ എന്ന് പറയാണ്. നമ്മോട് ഒട്ടും സഹകരിക്കാത്തവരെ, നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ വെറുപ്പോടെ വീക്ഷിക്കുന്നവരെ, അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഹൃദയം. കൊച്ചേശ തന്നെ പറയുന്നുണ്ട്, there is in our community there is a particular sister. എന്നെ കാണുമ്പോൾ തന്നെ വെറുപ്പും വിദ്വേഷവും, എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. കൊച്ചേശ പറയാണ്, അങ്ങനെയുള്ളൊരു സഹോദരിയെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒന്ന്, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 2, അവൾ എന്നെ വെറുക്കുന്നെങ്കിൽ ശരി, അവളുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് എന്നതിനേക്കാൾ അധികമായി അവളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഹൃദയം തുറന്ന് പുഞ്ചിരിച്ചു. ഹല്ലേലൂയ. അവൾക്ക് പറ്റുന്ന സഹായമെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. മറ്റാർക്കും വേണ്ടിയല്ല, അവളുടെ ഹൃദയത്തിൽ ഈശോ ഉണ്ട്. ആ ഈശോയെ ചിന്തിച്ചും ധ്യാനിച്ചും സ്നേഹിച്ചും കൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അവരോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം
ഈശോയെ അവരുടെ മുഖത്ത് തന്നെ കാണാൻ സാധിച്ചു. അതോടെ അവരുടെ സ്വഭാവത്തിന് തന്നെ മാറ്റമുണ്ടായി. ഹല്ലേലൂയ. കൊച്ചേശ പറയുന്നത്, അപൂർണരായ സഹോദരിമാരെ, അയോഗ്യരായ സഹോദരിമാരെ, നമ്മോടൊത്തുപോകാത്ത സഹോദരിമാരെ സ്വന്തമാക്കി തീർക്കാനുള്ളതായ ചൈതന്യവിശേഷം നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ശിശുത്തിൽ കുഞ്ഞുമക്കൾ അങ്ങനെയല്ലേ? കൊച്ചുങ്ങളുണ്ടല്ലോ, അവർക്ക് ആരോടും വെറുപ്പില്ല, അവർക്ക് ആരോടും എതിർപ്പുമില്ല, അവർക്കെല്ലാവരോടും സ്നേഹവും എല്ലാവരെയും സമീപിക്കാനുള്ള ചിന്ത ചൈതന്യം ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. അത് വെറുപ്പ്, വിദ്വേഷം, അറപ്പ് ഇതൊന്നും അതിൻ്റെ ഹൃദയത്തിൽ ഇല്ല. ഹല്ലേലൂയ. ആത്മീയ ശിശുത്വത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവ ശൈലി രൂപീകരിച്ചെടുക്കുവാൻ കൊച്ചേശ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് 11-ാമത്തെ അധ്യായത്തിൽ അവൾ ഒരു സഹോദരിയെ അവൾ നേടിയെടുത്തത് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. ആ സഹോദരി എന്ന് പറയുന്ന പ്രായം കഴിഞ്ഞൊരു സഹോദരി, സിസ്റ്റർ ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ സഹോദരി എന്ന് പറയാം. സിസ്റ്റർ ഓഫ് സെൻറ്റ് പീറ്ററാണ്. അവർക്ക് വയസ്സ് പ്രായമായി, കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ഇടപെടാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഊട്ടുമുറിലേക്ക് തന്നെ പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ബ്രെഡ് എടുത്ത് മുറിക്കാൻ പോലും ആരോഗ്യമില്ലാത്തവൾ, എപ്പോഴും എല്ലാത്തിനോടും വെറുപ്പും അറപ്പും എതിർപ്പുമുള്ളതായ ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ സഹോദരിയെ ശുശ്രൂഷിക്കാനായിട്ട് ആർക്കും തന്നെ ഇഷ്ടമില്ല. അവരെ ശുശ്രൂഷിക്കാൻ അപ്പോയിൻ്റ് ചെയ്യുന്നവർ വേദനയോടുകൂടി വെറുപ്പോടുകൂടി തന്നെ അതിനെ ഉൾക്കൊള്ളാൻ തുടങ്ങി. കൊച്ചേശ പറയാണ്, ഞാൻ കൂടുതൽ ചെറുപ്പക്കാരിയാണ്, ആ സമൂഹത്തിലെ ഒരു ചെറുപ്പക്കാരിയാണ്. എനിക്ക് ആദ്യമേ ഒരു പേടിയായിരുന്നു ഈ അമ്മയെ കൊണ്ടുപോകാൻ സഹായിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ തീരുമാനിച്ചു, ആ പ്രായമുള്ള സഹോദരിയുടെ ഹൃദയത്തിൽ ഈശോ പറയുന്നുണ്ട്, അവളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കേ. ഹല്ലേലൂയ. അവളെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ നാമത്തിൽ എന്നെ ശുശ്രൂഷിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ കൊച്ചുരശ്യ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മനസ്സ് ഒരുക്കിയെടുത്തു. ഈ സഹോദരിയെ ഞാൻ ശുശ്രൂഷിക്കും. ഹല്ലേലൂയ. ഈ സഹോദരിയെ ഞാൻ ശുശ്രൂഷിക്കുമെന്ന് അവളുടെ അങ്ങനെ അധികാരികൾ അവളെ നിയോഗിച്ചു. ആ സഹോദരിയുടെ ശുശ്രൂഷ ഇവളെ ഏറ്റെടുത്തു. വളരെയേറെ കാര്യങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോഴത്തേന് ഏതാണ്ട് 5-10 മിനിറ്റ് ആകുമ്പോഴത്തേന് അവർ ചെറിയ മണി കളിക്കുമ്പോൾ അത് പറയുന്നത് സമയമായി നമുക്ക് ഊട്ടുമുറിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ സഹോദരി ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവരെ കൊണ്ടുപോകാനുള്ള പരിപാടിയായി. കൊച്ചേശ പറയാൻ അത് തന്നെ ഒരു കർമ്മമാണ്, ഒരു തിരുക്കർമ്മം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമങ്ങളും വേദനകളും സംഘർഷങ്ങളും ഈ സിസ്റ്റർ അവിടെ തന്നെ ഉണ്ടാക്കി. നീ എന്നെ പിടിച്ചു, നീ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല, പക്ഷേ എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് 100 പരാതികൾ അങ്ങോട്ട് നിരത്തി വയ്ക്കും. നടന്നു പോകാൻ തുടങ്ങുമ്പോഴത്തേന് ഇവരുടെ അരക്കെട്ടിലുള്ള ബെൽറ്റിൽ പിടിച്ചുകൊണ്ടാണ് പോവുക. അപ്പം പോകുമ്പോഴത്തേന് എൻ്റെ പതുക്കെ വരണമെന്ന് പറയും. പതുക്കെ നിൽക്കുമ്പോഴത്തേന് അവർ ഹൃദയം, നീ എവിടെ പോയി, ഞാനിപ്പോൾ വീഴുന്നു പറഞ്ഞ ഒരു ബഹളം അവിടെ. ഇനി അല്പം ഒന്ന് നടന്നേക്കാമെന്ന് കരുതി ഒന്ന് കൊണ്ടുപോകുമ്പോൾ നീ എന്നെ ഉന്തിയിടാൻ നോക്കുകയാണോ? അതാ ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു പ്രായമില്ല, ഇവൾ വെറുതെ കളിപ്പാവയായിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കൊച്ചുരശിയായി വളരെയേറെ പരുഷമായി പരിക്കമായി. ഇനിയും ഇങ്ങനെ കൊണ്ടുപോകുക മാത്രമല്ല, അവർ ഔട്ടുമുറിയിൽ ചെന്നാൽ ഇരിക്കാനുള്ള ബെഞ്ച് വരെ കൊണ്ടുപോകണം. ഇത് കൊച്ചുരശി എടുക്കേണ്ടതാണ്. ഇങ്ങനെ നല്ലൊരു പരിയത്നമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം എടുത്ത് ഇവിടെ ഈ സിസ്റ്ററിനെയും നയിച്ചു കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഊട്ടുമുറിയിൽ ചെന്നു. കൊച്ചുരശി പറയാണ്, ഊട്ടുമുറിയിൽ ചെന്നു, അമ്മയെ ഞാനൊന്ന് ഇരുത്തിയിരിക്കണമെങ്കിൽ തന്നെ കുറേ സമയമെടുക്കും. ഇരുത്തി അമ്മയെ കഴിക്കേണ്ട ഭക്ഷണം, ബ്രെഡ് റൊട്ടി മുറിച്ച് കൊടുക്കണം. അമ്മയ്ക്ക് സാധിക്കില്ല. മുൻപിലുള്ള സഹോദരിമാരൊക്കെ സാധനം അവിടെ വെച്ചിട്ടങ്ങ് പോകും. പക്ഷേ ഞാൻ പോയില്ല. മറിച്ച് ഞാൻ അവിടെ നിന്ന് ഈ അമ്മ കഴിക്കേണ്ട ബ്രെഡ് ഞാൻ തന്നെ മുറിച്ച് പീസാക്കി വെച്ച് അമ്മ പോകും. തന്നെയല്ല, കൊച്ചുവരാണ്, തന്നെയല്ല, എൻ്റെ ആത്മാവിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്ക്, ഞാനൊന്ന് പുഞ്ചിരിക്കും. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ മനോജ്ഞമായ പാഠമാണ്. എന്നൊരു കൊച്ചുരശ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളതായ എൻ്റെ പെരുമാറ്റം വഴിയായിട്ട് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ സെൻറ്റ് പീറ്റർ സഹോദരിക്ക് എന്തെന്നില്ലാത്ത മാറ്റമായി, എന്നോട് എന്തെന്നില്ലാത്ത സ്നേഹമായി. ഹല്ലേലൂയ. കൊച്ചുരശ പറയുന്നുണ്ട്, ഞാൻ ആ സഹോദരിയുടെ സ്നേഹത്തിന് വേണ്ടി ഒന്നുമല്ല, ആ സഹോദരിയുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയെ കണ്ടുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ ചെയ്തത്. എന്ത് മാറ്റം വന്നു നോക്കുക. എന്നിട്ട് വീണ്ടും കൊച്ചുരശ പറയുന്നൊരു കാര്യമുണ്ട്, നല്ല മനോഹരമായ കാര്യമാണ്. കൊച്ചുരശ പറയാണ്, ഈ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളൊക്കെ കഴിഞ്ഞു, കാലാവസ്ഥയൊക്കെ മാറി,
ഞാൻ ഈ സഹോദരിയെയും പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ എനിക്ക് പെട്ടെന്നൊരു കാഴ്ച ഉണ്ടാകാണ്. ഒരു വലിയൊരു ദർശനം പോലെയാണ്. അങ്ങകലെ ബാൻഡും മേളങ്ങളും ആഘോഷങ്ങളും എല്ലാം തിമിർത്തടിക്കുന്നു. തരോളം സുന്ദരികളായ സ്ത്രീകൾ വിശുദ്ധ വസ്ത്രം ധരിച്ച് അവർ ആടിപ്പാടി നൃത്തം ചെയ്ത് സന്തോഷിക്കുന്ന ഒരു ദർശനം. അവിടെ സ്വർഗമയമായ ഒരു അന്തരീക്ഷം. ഇതെല്ലാം കണ്ട് എൻ്റെ ആത്മാവ് സന്തോഷിച്ചു. പെട്ടെന്ന് ഞാൻ വീണ്ടും ഒന്ന് നോക്കി എൻ്റെ കൈ പിടിച്ചിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കേൾക്കുന്നു അമ്മയുടെ പരാതിയുടെ വാക്കുകൾ, ആവലാതിയുടെ വാക്കുകൾ, ഇതെല്ലാം കേൾക്കുകയാണ്. വലിയൊരു മാറ്റമാണ്. ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ സ്നേഹത്തോടെ കരുണയോടെ പ്രവർത്തിച്ചപ്പോഴേ സ്വർഗത്തിൻ്റെ ദർശനം ദൈവം തന്ന് എന്നെ അനുഗ്രഹിച്ചു എന്ന് കൊച്ചേശ്യ പറയാണ്. പിന്നീട് ഒരിക്കൽ പോലും ആ സഹോദരിയുടെ നേരെ എനിക്കൊരു വെറുപ്പുണ്ടായിട്ടില്ല. ഒരു വെറുപ്പേ ഇല്ല എനിക്ക്. അപൂർണരായ സഹോദരിമാരെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആരും തന്നെ ഇല്ല. ഞാൻ തീരുമാനിച്ചു, സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരെ, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരെ, സമൂഹം വെറുത്തപേക്ഷിക്കുന്നവരെ, സമൂഹം ദൂരെ അകറ്റുന്നവരെ, കണ്ടാൽ പേടിച്ചെന്ന പോലെ ഓടി അകന്നു പോകുന്നവരെ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ അവരുടെ അരികിലേക്കാണ് ചെല്ലുന്നത് എന്ന് കൊച്ചേശ്യ പറയാണ്. യഥാർത്ഥ സഹോദര സ്നേഹത്തിൻ്റെ യഥാർത്ഥ അയൽക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഉത്തരം കാണുന്നുണ്ട്. കൊച്ചേശ്യ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെ അവളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കൊച്ചേശ്യ സെല്ലിനോട് പറയുന്നുണ്ട്, എൻ്റെ സെല്ലിൻ ചേച്ചി, വർഷങ്ങളായിട്ട് ഞാൻ എത്രയോ സഹോദരിമാർ കഷ്ടത അനുഭവിച്ച്, അതുപോലെ തന്നെ പകർച്ചവ്യാധിയൊക്കെ പിടിപെട്ട് 1, 2, 3 സഹോദരിമാരൊക്കെ മരിക്കുന്ന ദിവസമുണ്ട്. ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് ജോലി. എല്ലാവരുടെയും അരികിൽ ചെല്ലണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആ കൈയെ പിടിച്ചൊന്ന് കൊട്ടുവാനും ആ കൈയൊന്ന് ചുംബിച്ച് ഈ അമ്മയോടുള്ള സ്നേഹത്തെ കാണിക്കുവാനും എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഓടി ചെല്ലുമായിരുന്നു പറയാണ്. മരണവേദന അനുഭവിക്കുന്നവർ പോലും മരണവേദനയുടെ ഇടയ്ക്ക് ശ്വാസം വലിക്കുമ്പോൾ പോലും അവരെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. കൊച്ചുരശിയുടെ വചനം. ഹല്ലേലൂയ. ഇതാണ് വിശുദ്ധി. ഹല്ലേലൂയ. ഇതാണ് നല്ല അയൽക്കാരൻ, ഇതാണ് നല്ല അയൽക്കാരി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു സ്നേഹത്തെ ആത്മീയ ശിശുത്വത്തിലൂടെ കൊച്ചുരശിയ പഠിപ്പിക്കുകയാണ്. ഇന്നിൻ്റെ ലോകത്ത് തീർച്ചയായിട്ടും വേണ്ടത് ഇങ്ങനെയുള്ള അയൽക്കാരെയാണ്. ഹല്ലേലൂയ. ഈശോ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയുമ്പോഴേ ഈ സമരിയാക്കാരനും യഹൂദനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വീണ് കിടക്കുന്നവൻ, ആക്രമിക്കപ്പെട്ടവൻ വാസ്തവം പറഞ്ഞാൽ ഒരു യഹൂദനാണ്. അതേസമയത്തോ സമരിയാക്കാരൻ ബദ്ധവിരോധികളാണ്. എന്നിട്ടും ആ സമരിയാക്കാരൻ ഈ മുറിവേറ്റവനെ താങ്ങിപ്പിടിക്കുവാനും മടിയിൽ കിടത്തുവാനും തൻ്റെ കൈവശമുള്ള മരുന്ന് വെച്ച് കെട്ടി അവനെ സുഖപ്പെടുത്തുവാനുള്ളതായ ആ നിരന്തരമായ ആത്മാർത്ഥമായ പരിശ്രമം. ഹല്ലേലൂയ. ഇതാണ് ഈശോ അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നല്ല സമരിയാക്കാരൻ, നല്ല സമരിയാക്കാരിയായി തീരുവാൻ ആത്മീയ ശിശുത്വത്തിലൂടെ കൊച്ചുരശിയായും ഈശോയും നമ്മളെ വിളിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അതായത് കൊച്ചുരശിയ എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ഉപമയുടെ കാര്യം പഠിപ്പിച്ച് 2 ഉദാഹരണങ്ങൾ. ഒന്ന് സിസ്റ്റർ ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. കൊച്ചുരശിയ വീണ്ടും നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. സമൂഹത്തിൽ ഒരു ചിത്തഭ്രമം പ്രാപിച്ച ഒരു മാനസിക രോഗി സഹോദരി ഉണ്ടായിരുന്നു. മാനസിക രോഗി സമൂഹത്തിൽ ഉള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയാണ്. അവൾ പ്രാർത്ഥന പള്ളിയിലേക്ക് കയറി വരുമ്പോഴേ എല്ലാവരുടെയും ഏകാന്തതയും ഏകാഗ്രതയും നിഗനിച്ചുകൊണ്ട്, ഒന്നുകിൽ ഉറക്കെ ചുമച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉറക്കെ ചുമച്ച് പെട്ടെന്ന് കാർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഏതെങ്കിലും തരത്തിൽ ബഹളം ഉണ്ടാക്കുക, ഡിസ്റ്റർബ് ചെയ്യുക. അതല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന കൊന്തയിട്ട് ഞെരുടിക്കൊണ്ട് അതിൻ്റെ ഒച്ച കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു സഹോദരിയെക്കുറിച്ച് കൊച്ചുരശിയ പറയുന്നുണ്ട്. അവരുടെ സീറ്റാണെങ്കിൽ ഞാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവരുടെ സീറ്റ്. എപ്പോഴും എനിക്ക് ശല്യമാണ്. ഒരിക്കലും ഇങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ ഓർത്തു, ഈ നേരെ എഴുന്നേറ്റ് അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവർ ചെയ്യുന്ന തെറ്റൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ പെട്ടെന്ന് ഞാൻ ഈശോയെ ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് അതിനെ ആത്മസംയമനം ചെയ്തു. ഞാൻ അവിടെ അങ്ങിരുന്നു. ആ അമ്മയുടെ പരിപാടി അങ്ങനെ തന്നെ തുടരുകയാണ്. ഈശോയെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ വേദനയോടെ ഞാൻ ഈശോയോട് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതുപോലെ ഒന്ന് ശ്രമിക്കുന്നുമുണ്ട്. കൊച്ചുരശിയ പറയാണ്, അത് അവസാനം ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ട് അവരുടെ ഡിസ്റ്റർബൻസ് ഒരു പ്രാർത്ഥനയായി ഞാൻ മാറ്റി. ഹല്ലേലൂയ. അവരുടെ ഡിസ്റ്റർബൻസ്, എന്നെ ശല്യപ്പെടുത്തുന്ന ആ ശല്യം തന്നെ ഞാനൊരു പ്രാർത്ഥനയായി ഈശോയ്ക്ക് സമർപ്പിക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേ
അതെനിക്ക് ഇമ്പകരമായി മാറി. ഹല്ലേലൂയ. അതൊരു പ്രാർത്ഥന അനുഭവമായി മാറി. ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ, യഥാർത്ഥ ഉപവി എന്താണെന്നുള്ളത് വീണ്ടും ചില ഉദാഹരണങ്ങൾ കൊച്ചുശേഷി പറയുന്നുണ്ട്. അലക്കുന്ന കാര്യം വരുമ്പോഴത്തേന് അലക്ക് ജോലിക്ക് വേണ്ടി അന്നത്തെ ജോലി ഏൽപ്പിച്ച് കൊച്ചുശേഷിയുടെ കൂട്ടത്തിൽ 2 സഹോദരിമാരാണ്. ആ സഹോദരിമാരെ അവരെ എല്ലാ തരത്തിലും കൊച്ചുശേഷിയായ വെറുത്തുകൊണ്ടിരുന്നവരും ആ കൊച്ചുശേഷിയായും ചേച്ചിമാരോട് എതിർപ്പും വെറുപ്പുമുള്ളവരാണ്. അവർ തുണി അലക്കാൻ വരുമ്പോൾ മുമ്പിൽ നിന്ന് തുണി അലക്കുമ്പോഴേ എൻ്റെ മുഖത്തേക്ക് ആ ചെളി വെള്ളം വീഴത്തക്ക രീതിയിൽ ഉയർത്തിപ്പിടിച്ച് അടിക്കുമായിരുന്നു. എൻ്റെ ദേഹം, എൻ്റെ ഉടുപ്പ് മുഴുവനും വെള്ളം കൊണ്ട് നിറയും. ഒരു നിമിഷം ഞാൻ ഓർത്തു അവരെ ഒന്ന് തടയണമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു, അല്ല, ആ വെള്ളം എൻ്റെ ദേഹത്ത് വീണ് കൊള്ളട്ടെ, അതൊരു വിശുദ്ധ ജലമായി ഞാൻ കരുതിക്കൊള്ളും. ഒരു വിശുദ്ധ ജലമായി എൻ്റെ മേൽ തളിക്കപ്പെടുന്ന ഹാന്നാൻ വെള്ളം പോലെ ഞാൻ അതിനെ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഈശോയുടെ തിരുനാമം വിളിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും തൻ്റെ മേൽ വീഴുന്ന ആ ജലകണങ്ങളെ വിശുദ്ധ ജലമായി കർത്താവിന് സമർപ്പിക്കാൻ തുടങ്ങിയെന്ന് പറയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ആകും തന്നെ ഇവർക്ക് മറ്റ് 2 പേർക്ക് എന്തെന്നില്ലാത്തൊരു മാനസാന്തരമായി. കൊച്ചേശ്യ പറയാണ്, അവരുടെ ഹൃദയത്തിലിരുന്ന ഈശോ അവരുടെ മനസ്സിനെ മാറ്റിയതാണ്, എൻ്റെ പരിശ്രമം കൊണ്ടൊന്നുമല്ല എന്ന് പറയാണ്. നമുക്ക് ഇങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് കാണുക. പക്ഷേ യഥാർത്ഥ സ്നേഹം എവിടെ ഇരിക്കുന്നു എന്ന് കൊച്ചേശ്യ പറയുന്നുണ്ട്. യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അത് അടങ്ങിയിരിക്കുന്നത് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാമെന്ന് ഈശോ പറഞ്ഞല്ലോ. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ കൊച്ചേശ്യ പറയാണ്, യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നത് അവരുടെ അപരാധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അതിലൊരിക്കലും അതിശയിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഒരിക്കലും അതിശയിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റം അത് സഹിക്കാൻ നോക്കുക. 2, അവരുടെ ബലഹീനതകളെക്കുറിച്ച് വിസ്മയിക്കാതിരിക്കാൻ നോക്കുക. 3, അവർ ചെയ്യുന്ന തീരെ ചെറിയ നന്മ പ്രവൃത്തികളെയും ശ്ലാഘിക്കുകയും അതിനെ പുകഴ്ത്തുവാനും പരിശ്രമിക്കുക. വീണ്ടും കൊച്ചേശ്യ പറയുന്നുണ്ട്, സ്നേഹം എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയല്ല, മറിച്ച് സ്നേഹം എന്ന് പറയുന്നത് അത് കത്തിച്ച തിരി പോലെ ദീപസ്തംഭത്തിൽ വയ്ക്കേണ്ടതാണ്. അതിൻ്റെ പ്രകാശം എല്ലാവർക്കും കാണപ്പെടണം. എല്ലാവരും ആ സ്നേഹ വെളിച്ചത്തിൽ ജീവിക്കാനിട വരണമെന്ന് പറയുകയാണ്. അടുത്ത ഒരു പോയിന്റ് കൊച്ചേശ്യ തന്നെ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അതൊരിക്കലും നിൽക്കാതെ ഉന്നതമായി അതിനെ ഉയർത്തി വെക്കുവാനുള്ളതായ പരിശ്രമം ഉണ്ടാകട്ടെ എന്ന്. പ്രത്യേക പ്രതിപത്തിയുള്ളവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം കൊച്ചേശ്യ ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രത്യേക പ്രതിപത്തി എന്ന് പറഞ്ഞാൽ സ്നേഹയോഗ്യരായ ഒത്തിരി പേര് കാണും, അവരെ സ്നേഹിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? സ്നേഹയോഗ്യരല്ലാത്തവർ ഒത്തിരി പേരെ കാണും, അവരെ സ്നേഹിച്ചാലേ ദൈവകൃപ നമുക്ക് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ, ആത്മീയ ശിശുത്വത്തിൽ നമുക്ക് നല്ല അയൽക്കാരനാകാൻ പ്രത്യേകം പരിശ്രമിക്കാം. ആത്മീയ ശിശുത്വം നമ്മളെ ചേർക്കുന്നത് നല്ല അയൽക്കാരൻ. ഈശോ പറഞ്ഞ പോലെ നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക എന്നുള്ള ആ സുവിശേഷ വചനം തൻ്റെ സ്വന്തമായി പ്രായോഗികമാക്കുമ്പോൾ നാം ആത്മീയ ശിശുത്വത്തിൽ എത്തിച്ചേർന്നു. ഈ കൃപ ഈ 5-ാമത്തെ ദിവസത്തിലെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമാർന്നിതാ, ദിവ്യദാനങ്ങളേകുന്നു, അനന്തമാമീ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമാർന്നിതാ, ദിവ്യദാനങ്ങളേകുന്നു, അനന്തമാമീ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ,
സ്നേഹമേ ആരാധിക്കുന്നു ദൈവമേ ഓസ്തിയാം ദിവ്യ സ്നേഹമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ധ്യാനത്തിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദിനങ്ങളിലെല്ലാം പ്രത്യേകമാമിതം നമ്മെ പരിപാലിക്കുകയും നമ്മുടെ ശുശ്രൂഷയിലൊക്കെ തന്നെ പ്രത്യേകമായിട്ട് ഇടപെടുകയും സഹായിക്കുകയും ചെയ്ത പരമപിതാവായ ദൈവത്തിനും പുത്രനായ മിശിഹായ്ക്കും പരിശുദ്ധാത്മാവായ ദൈവത്തിനും നമ്മൾ നന്ദി പറയുകയാണ്. ഈ പരിശുദ്ധി ആരാധനയിൽ പ്രത്യേകമായി വിശുദ്ധ കുർത്തലീശയുടെ ആധ്യാത്മികതയിൽ നിറഞ്ഞ സ്നേഹം, ആ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന ആ ദൈവസ്നേഹത്തെ പരസ്നേഹത്തിലേക്ക്, സഹോദര സ്നേഹത്തിലേക്ക് നയിക്കുന്ന ആ സ്നേഹം നമ്മൾ കാണുന്നു. ആ സ്നേഹത്തെ നമ്മൾ ആരാധിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായി ഉണ്ടാകട്ടെ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ട വചനം തന്നെയാണ്. 10-ാമത്തെ അധ്യായത്തിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവുമായി വ്യക്തി കടന്നു വന്നപ്പോൾ കർത്താവ് കൊടുത്ത വചനവുമെല്ലാം മറുപടിയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവസാനം നല്ല സമരിയക്കാരനായി ജീവിക്കണമെന്ന സന്ദേശം നമ്മളതിൽ കാണുന്നു. കൊത്തരേസ്യയ്ക്ക് ഈ തിരുവചനം വളരെ വളരെ നല്ല വേഗത്തിൽ തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെയും അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഈ വചനത്തെ അവൾ അങ്ങ് സ്വീകരിച്ചു. ഈ വചനം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചു. പരസ്നേഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവൾ മനസ്സിലാക്കി. ദൈവസ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് അവരിലേക്ക് കടന്നു ചെല്ലേണ്ടതാണെന്നും യോഗ്യതയുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, കുറവുകളുള്ളവരെയും അപൂർണരായവരെയും എൻ്റെ സാമീപ്യം ആവശ്യമുള്ളവരെയും എൻ്റെ സഹായം ആവശ്യമുള്ളവരെയൊക്കെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ചിന്തയിലേക്ക് അവൾ കടന്നു വരിക. അതിന് അവളെ സഹായിച്ച തിരുവചനം ലൂക്കാ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലെ 27 മുതൽ തിരുവചനമാണ്. നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ള വചനം, നല്ല സമരിയക്കാരൻ്റെ വചനം. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനും അതനുസരിച്ച് ഇന്നത്തെ ആരാധന ക്രമപ്പെടുത്തുവാനും വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. കർത്താവ് പ്രത്യേകമായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇരുകരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇരുകരങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈശോയെ നമുക്കൊന്ന് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നീശോയെ 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നീശോയെ 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 നന്ദി. കർത്താവേ, നീ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കാം. കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല അയൽക്കാരനായി മാറുവാൻ, ഒരു നല്ല സമരക്കാരനായി മാറുവാനും, പരസ്നേഹ പ്രവൃത്തിയിലൂടെ കടന്നു പോകുവാനും, ഈശോനെ സ്നേഹിച്ചതുപോലെ ഞാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, സ്നേഹത്തിൻ്റെ വിശാലമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുവാനും ഈശോ നമ്മെ സഹായിക്കട്ടെ. ആരാധന ആരാധന രാജാധിരാജന് ആരാധന. യേശുവിലേക്ക് നോക്കി. ആരാധന ആരാധന ലോകൈകനാഥന് ആരാധന. ആരാധന ആരാധന രാജാധിരാജന് ആരാധന. ആരാധന ആരാധന ലോകൈകനാഥന് ആരാധന. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. പരസ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ കൊച്ചുരേസ്യ യോഗ്യതയുള്ളവരെ മാത്രമല്ല, കുറവുകളുള്ളവരെയും അയോഗ്യരെയും അപൂർണരെയും സ്നേഹിച്ച കൊച്ചുരേസ്യ നമ്മെ പഠിപ്പിക്കുകയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ.
നിന്നെ സ്തുതിക്കുവാൻ വാക്കുകളില്ല, നിന്നെ വാഴ്ത്തുവാൻ ഗീതങ്ങളില്ല. നിന്നെ സ്തുതിക്കുവാൻ വാക്കുകളില്ല, നിന്നെ വാഴ്ത്തുവാൻ ഗീതങ്ങളില്ല. സ്നേഹത്തിൻ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞങ്ങൾ നിന്നെ വാഴ്ത്തിയെന്നും സ്തുതിച്ചിടുന്നു. സ്നേഹത്തിൻ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞങ്ങൾ നിന്നെ വാഴ്ത്തിയെന്നും സ്തുതിച്ചിടുന്നു. നിന്നെ വാഴ്ത്തിയെന്നും സ്തുതിച്ചിടുന്നു. യേശുവിലേക്ക് നോക്കി കരങ്ങൾ ഉയർത്തി ആരാധന പാടി സ്തുതിക്കാം. ആരാധന രാജാധിരാജന ആരാധന. സ്നേഹത്തോടെ ആരാധന ആരാധന ലോകൈകനാഥന ആരാധന. ആരാധന ആരാധന രാജാധിരാജന ആരാധന. ആരാധന ആരാധന ലോകൈകനാഥന ആരാധന. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരസ്നേഹത്തിൻ്റെ ആവശ്യകതയിലൂടെ പരസ്നേഹത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ തിരുവചനം ഞങ്ങൾക്ക് വേണ്ടത്ര വെളിച്ചം നൽകി പരസ്നേഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കണമെന്നുള്ള സന്ദേശം ഞങ്ങൾ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ട കൃപ തരണം. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ട കൃപ, എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ട കൃപ, എല്ലാവരെയും മനസ്സിലാക്കണം, എല്ലാവരെയും അറിയുവാനും എല്ലാവരെയും മനസ്സിലാക്കുവാനും വേണ്ട കൃപ പരിശുദ്ധാത്മാവേ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാകടാക്ഷം, ശക്തി, ചൈതന്യം നമ്മെ ഈ ആരാധനയുടെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ്. തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ഉത്തരീസ്യ പറഞ്ഞു വെച്ച തിരുവചന ഭാഗം, നല്ല അയൽക്കാരനെ പോലെ വർത്തിക്കുക എന്നുള്ള തിരുവചനം, അവളുടെ ഹൃദയത്തിൽ അവൾ 100 വട്ടം ചോദിച്ച ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരാണൊരു നല്ല സമറിയാക്കാരൻ? എങ്ങനെ ജീവിക്കുന്നവരാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് നല്ല അയൽക്കാരൻ അല്ലെങ്കിൽ നല്ല സമറിയാക്കാരൻ? പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യേകമായിട്ട് നയിക്കട്ടെ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവർ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്നവർ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാകാം, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ. ആരോടും പ്രത്യേക മമത അതില്ലാത്ത എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ആ മനോഭാവം, എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും മാറ്റി നിർത്താതെ സ്നേഹിക്കുക. വിശുദ്ധ ഉത്തരീസ്യ പറയുന്നത്, ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആരെയും മാറ്റി നിർത്തുവാൻ നല്ലവനായ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. എന്നെ വേദനിപ്പിച്ചവരെ, എന്നെ പീഡിപ്പിച്ചവരെ ഒന്നും ഞാൻ മാറ്റി നിർത്തിയില്ല, അവരെയും ഞാൻ സ്നേഹിച്ചു. എനിക്ക് സ്നേഹം നൽകിയ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ മാത്രമല്ല ഞാൻ സ്നേഹിച്ചത്, എന്നെ പഴിചാരിയവരെ ഞാൻ സ്നേഹിച്ചു, എന്നെ കുറ്റപ്പെടുത്തിയവരെ ഞാൻ സ്നേഹിച്ചു, എന്നെ മാറ്റി നിർത്തിയവരെ ഞാൻ സ്നേഹിച്ചു,
ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് സ്വീകരിക്കാം. ആരെയും മാറ്റി നിർത്താതെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങളെ ഉൾക്കൊള്ളാത്തവരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങളുടെ മുഖത്ത് നോക്കി അപഖ്യാതി പറയുന്നവരെ തിരിച്ചൊന്നും പറയാതെ അവരെ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും യാതൊരു അക്ഷരം പോലും മിണ്ടാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ സ്നേഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഉദ്ദേശം പറയുന്നു, അങ്ങനെ ചെയ്യണം, അങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഇത് ഈശോ ചൂണ്ടിക്കാണിച്ചു തരുന്ന തിരുവചന ഭാഗം തന്നെയാണ്. ഈശോ ചൂണ്ടിക്കാണിച്ചു തരുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ഈശോ കുരിശിൽ കിടക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഈശോ കുരിശിൽ കിടക്കുന്ന രംഗം, അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ആ കുരിശിൽ കിടക്കുന്ന രംഗം നമ്മൾ കാണുമ്പോൾ ഈശോ പീഡാസഹനത്തിലൂടെ കടന്നു പോകുന്ന വേളകളെല്ലാം തന്നെ അധിക്ഷേപിച്ചവരെ, തന്നെ പീഡിപ്പിച്ചവരെ, അപഖ്യാതി പറഞ്ഞവരെ ഒന്നും കർത്താവ് മാറ്റി നിർത്തിയില്ല. തൻ്റെ മുഖത്തടിച്ചവരെ കർത്താവ് മാറ്റി നിർത്തിയില്ല. തന്നെ പീഡിപ്പിച്ചവരെ, ദ്രോഹിച്ചവരെ കർത്താവ് മാറ്റി നിർത്തിയില്ല. മാരകമായ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചവരെ കർത്താവ് മാറ്റി നിർത്തിയില്ല. ഈശോ എല്ലാവരെയും സ്നേഹിച്ചു. അപഖ്യാതിയാണ് പറയുന്നത് മനസ്സിലാക്കിയിട്ടും അവൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, കുഞ്ഞാടിനെ പോലെ അവിടെ അവൻ മൗനം അവലംബിച്ചു എന്നുള്ളതാണ്. അവരെല്ലാം അവൻ സ്നേഹിച്ചു. അവരെയെല്ലാം സ്നേഹിച്ചു, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അവസാനം നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ തറച്ചവരെ സ്നേഹിക്കുന്ന മിശിഹായെ നമ്മൾ കാണുന്നുണ്ട്. ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മിശിഹായെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം കുരിശിൽ കിടക്കുന്ന മിശിഹായെ നമ്മൾ കാണുന്നുണ്ട്. കുരിശിൻ്റെ ഇരുവശങ്ങളിലും കിടക്കുന്ന കള്ളന്മാരെ കാണുന്നു. ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന മിശിഹായെ നമ്മൾ കാണുന്നുണ്ട്. അവരെ ആരെയും മിശിഹ തള്ളിക്കളഞ്ഞില്ല, ആരെയും ഈശോ ഒഴിവാക്കിയില്ല. കുരിശിൻ ചുവട്ടിലേക്ക് കർത്താവ് നോക്കിയപ്പോൾ അവൻ കണ്ടത് തന്നെ പീഡിപ്പിച്ചവരെയാണ്. കുരിശിൻ ചുവട്ടിൽ അവൻ കണ്ടത് താൻ സഹായിച്ച് തൻ്റെ സാന്നിധ്യം മൂലം, താൻ നൽകിയ വചനം മൂലം അനുഗ്രഹം പ്രാപിച്ചവരെല്ലാം കുരിശിൻ ചുവട്ടിൽ കണ്ടു. ആ ആൾക്കാരെല്ലാം തനിക്കെതിരെ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ദൈവമേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയാൻ പാടില്ല, ഇവർ ക്ഷമിക്കണമേ എന്ന്. അവരെയും ഈശോ സ്നേഹിച്ചു. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നവരെയും അവൻ സ്നേഹിച്ചു. ഒറ്റിക്കൊടുത്തവരെയെല്ലാം സ്നേഹിച്ചു. ആരെയും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. തിരുവചനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ കിടക്കുന്ന വലതുവശത്ത് കിടക്കുന്ന നല്ല കള്ളനെ നമ്മൾ കാണുന്നുണ്ട്. നീ എന്നെ ഒന്ന് ഓർക്കാമോ കർത്താവേ എന്ന് ചോദിച്ച വേളയിൽ തന്നെ, നീ എന്നെ ഒന്ന് ഓർക്കാമോ കർത്താവേ? പർദീസായി ചെല്ലുമ്പോൾ നീ എന്നെ ഓർക്കാമോ? ഞാനിപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ ചെയ്ത കുറ്റത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നീ ഒരു കുറ്റവും ചെയ്തില്ല, നീ നീതിമാനാണ്, നീ പരിശുദ്ധനാണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. നീ എന്നെ ഒന്ന് ഓർക്കാമോ? അവനെയും സ്വീകരിച്ചു. ഇടതുവശത്തും വലതുവശത്തും കിടന്ന കള്ളനെയും കർത്താവ് സ്വീകരിച്ചു. എല്ലാവരെയും കർത്താവ് സ്വീകരിച്ചു. ആരെയും മാറ്റി നിർത്തിയില്ല. ഈ ഒരു ആത്മീയ ചൈതന്യമാണ് കൊച്ചുത്രേസ്യ പിന്തുടർന്നത്. എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും തള്ളിക്കളയാൻ വേണ്ടി പാടില്ല, ആരെയും ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് യേശുവിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ നമുക്ക് നോക്കാം. ആരെയൊക്കെ നമ്മൾ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്? ഞാൻ എൻ്റെ കുടുംബത്തിൽ മാറ്റി നിർത്തിയവർ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയവർ ഒരുപക്ഷെ എൻ്റെ ഈ സ്വഭാവത്തെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നുണ്ടാവും. അവരുടെ ജീവിതത്തിൽ ഒരു വേള പറ്റിപ്പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് അവർ ഇപ്പോൾ വിലപിക്കുന്നുണ്ട്. പക്ഷേ അവർ വിലപിക്കുമ്പോഴും ഞാൻ അവരെ സ്നേഹിക്കാതെ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുതേ. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്തൊക്കെ അവരെ അനുദപിക്കുന്നുണ്ടാവാം. നമ്മൾ അവരെ മാറ്റി നിർത്തരുതേ. അവരെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. അവർ കുറവുള്ളവരാണെങ്കിൽ, അവർ ബലഹീനരാണെങ്കിൽ, അവർ അയോഗ്യരാണെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കണം. ഈശോ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കണം. ജീവിതത്തിൻ്റെ അവസാനം വരെ സ്നേഹിക്കണം. മാറ്റി നിർത്താതെ തന്നെ നമ്മൾ സ്നേഹിക്കണം. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെന്നുള്ളൊരു അടയാളം തന്നെയാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെൻ്റെ അടയാളം. അതായത് എല്ലാവരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നെ ഒഴിവാക്കിയവരെയും എന്നെ മാറ്റി നിർത്തിയവരെയും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോ വസിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഈശോ വസിക്കുന്നത് കൊണ്ട് എനിക്കവരെ സ്നേഹിക്കാൻ പറ്റുന്നു, എനിക്കവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. മക്കളെ, നമ്മൾ ദിവ്യകാരണത്തെ കാണുകയാണ്. ഈ ദിവ്യകാരണം നമുക്ക് ശക്തി തരികയാണ്.
നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരിക്കുമ്പോൾ ഒരു വേള യേശുവിലേക്ക് നോക്കി നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം അവിടെ മാറ്റുന്നു. സ്നേഹിക്കാൻ വേണ്ട ചൈതന്യം, സ്നേഹിക്കാൻ വേണ്ട സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഈ ദിവ്യകാരുണ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നൽകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ട കരുത്തും ശക്തിയും, നിങ്ങൾക്ക് വേണ്ട ആത്മീയ ചൈതന്യവും പ്രചോദനമെല്ലാം ഇപ്പോൾ തന്നെ ഈശോ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതാ ഈശോ ആ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി പോവാണ്. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. നോക്കി, നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കണ്ട്, നിങ്ങളുടെ കഠിന ഹൃദയം കണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നോക്കി വിലപിക്കുന്നുണ്ടെങ്കിൽ, എന്നാലും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഞാൻ മാപ്പപേക്ഷിച്ചിട്ടും ഞാൻ പലതവണ ഏറ്റു പറഞ്ഞിട്ടും എന്നെ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആരെങ്കിലും വിലപിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനുഗ്രഹക്കുറവിന് കാരണമായി മാറും. മക്കളെ, അത് പാടില്ല. ഈശോ സ്നേഹിച്ചതുപോലെ ആരെയും മാറ്റി നിർത്താതെ നമുക്ക് സ്നേഹിക്കാം. ഇരു കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും സ്നേഹിക്കാനുള്ള വലിയ കൃപ ഈശോ നമുക്ക് നൽകട്ടെ. ആരെയും മാറ്റി നിർത്താതെ നമുക്ക് എല്ലാവരും സ്നേഹിക്കാം. സ്നേഹത്തിന് ചേർന്ന വിചാരങ്ങൾ നമുക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. സ്നേഹത്തിന് ചേർന്ന വിചാരങ്ങൾ, സ്നേഹത്തിന് ചേർന്ന വചനങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ആരെയും മാറ്റി നിർത്താതെ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കാം. ആരുമായും നമുക്ക് തർക്കിക്കേണ്ട, ആരുമായും നമുക്ക് വാഗ്വാദത്തിൽ നമുക്ക് ഏർപ്പെടേണ്ട, അവരെ നമുക്ക് മാറ്റി നിർത്തുകയും വേണ്ട. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. നമ്മോട് തട്ടിക്കയറുന്നവരെ, നമ്മോട് കയർക്കുന്നവരെ ഒന്നും പറയാൻ നിൽക്കണ്ട. അവരെ നമുക്ക് സ്നേഹിക്കാമെന്നേ, അവരെ നമുക്ക് ഉൾക്കൊള്ളാമെന്നേ. അതിൻ്റെ കരുത്ത്, അതിൻ്റെ ശക്തി കുരിശിൽ കിടക്കുന്ന ഈശോ, ക്ഷമിച്ച് പ്രാർത്ഥിച്ച ഈശോ, ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഈശോ, സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഈശോ, എല്ലാവരെയും സ്നേഹിച്ച ഈശോ, ശത്രുവിനെ പോലും സ്നേഹിച്ച ഈശോ നമുക്ക് നൽകുന്ന മാതൃകയാണ്. അത് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ആരാധനയിൽ, ഈ സ്തുതിപ്പിൽ, തുടർന്ന് വരുന്ന ഗാനത്തിലും കുറവുകളുള്ളവരെ, അപൂർണരായി ഞാൻ കാണുന്നവരെ, എൻ്റെ കുടുംബത്തിൽ കുറവുകളുള്ളവരെ, ബലഹീനതയുള്ളവരെ, അവരെ ഞാൻ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്തുതിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈശോയെ നന്ദി. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, ഈശോയെ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, ഈശോയെ കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കാം. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം. ഹൃദയം നിറയെ സ്നേഹത്തോടെ, കരഘോഷത്തോടെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, നമ്മൾ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൂരിരുൾ തിങ്ങിയ വീഥികളിൽ വഴി കാണാതുഴലുന്ന പഥികനു നീ. കൂരിരുൾ തിങ്ങിയ വീഥികളിൽ വഴി കാണാതുഴലുന്ന പഥികനു നീ. വഴി കാട്ടും ദീപമായി എരിഞ്ഞിടുക, പ്രകാശഗോപുരമായി നിന്നിടുക. വഴി കാട്ടും ദീപമായി എരിഞ്ഞിടുക, പ്രകാശഗോപുരമായി നിന്നിടുക. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം.
വചനത്തിൻ ദീപങ്ങൾ തെളിച്ചു നമ്മൾ, തമസിന്റെ കോട്ടകൾ തകർത്തിടുക. വചനത്തിൻ ദീപങ്ങൾ തെളിച്ചു നമ്മൾ, തമസിന്റെ കോട്ടകൾ തകർത്തിടുക. ആത്മീയനാഥനെ വണങ്ങിടുക, തളരാതെ വീതിയിൽ പ്രഭ ചൊരിയാൻ. ആത്മീയനാഥനെ വണങ്ങിടുക, തളരാതെ വീതിയിൽ പ്രഭ ചൊരിയാൻ. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാൻ, എഴുന്നേറ്റു പ്രകാശിക്കാൻ, എഴുന്നേറ്റു പ്രകാശിക്കാൻ. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം സ്ഥിരിച്ച് നമിച്ച് നിൽക്കുകയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ട ചൈതന്യം, നന്മയുള്ളവരെ മാത്രമല്ല, ശ്രേഷ്ഠരായവരെ മാത്രമല്ല, മുറിവേറ്റതിനെ, ആലവിട്ടകന്നു പോയതിനെ, അപൂർണതയുള്ളതിനെ, കുറവുകളും ബലഹീനതയും ഉള്ളതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ വേണ്ട ചൈതന്യം, കൃപ ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകൾക്കും ഈ കൃപ ലഭിക്കട്ടെ. നിങ്ങൾ ആരെയും മാറ്റി നിർത്തരുത്. വെറുപ്പും വിദ്വേഷവും അഹങ്കാരമെല്ലാം തന്നെ മനസ്സിൽ നിന്ന് മാറ്റട്ടെ. ഈ പരിശുദ്ധ ആരാധനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്നതില്ലാത്ത സന്തോഷം നമ്മുടെ ആത്മാവിൽ നിറയുന്നതിനു വേണ്ടി എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവരോടും ക്ഷമിച്ചും നമുക്കായിരിക്കുവാൻ വേണ്ട ശക്തി നമുക്ക് ഈ ആശീർവാദത്തിലൂടെ സ്വീകരിക്കാം. എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ട കൃപ, എല്ലാവരെയോട് ക്ഷമിക്കുവാൻ വേണ്ട കൃപ, എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ട കൃപ ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കരങ്ങൾ കൂപ്പി സ്ഥിരിച്ച് നമിച്ച് ഈശോ നൽകുന്ന ആശീർവാദത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.